ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് പിട്ടാണ്. അതിന് ഞാൻ ഇതിലേക്ക് പിട്ടുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഇത് 10 മിനിറ്റ് മൂടിക്കാം. അത് 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരകാം. അപ്പൊ നമ്മൾ തേങ്ങ ചിരയുന്നത് കുറച്ച് ഉറപ്പാണ്. ഇതിലേക്ക് തേങ്ങ ഇടാം. ഇത് പുട്ടുപൊടി വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ചുകൂടി പുട്ടുപൊടി ഇടാം. കുറച്ചുകൂടി എല്ലാം ഇതും കുറച്ച്. പുട്ടിൽ ആവുന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് തന്നെ പാത്രത്തിലേക്ക് നമ്മളെ പുട്ട് റെഡിയായി.